ശബരിമല സന്നിധാനത്തിന് തൊട്ടടുത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധം കാട്ടാനക്കൂട്ടം ഇറങ്ങിയതോടെ ഭക്തർ ഭീതിയിലായി. ഇതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സന്നിധാനത്തിന് കനത്ത സുരക്ഷാ വലയമൊരുക്കി. കാട്ടാനക്കൂട്ടം ഏറെ നേരം കനത്ത പ്രകാശമുള്ള സന്നിധാനത്തിന് തൊട്ടടുത്ത ഈ പ്രദേശത്ത് നിലയുറപ്പിക്കുകയായിരുന്നു. അപകട സാധ്യത ഏറിയതോടെ ശബരിമലയിലെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ഭക്തർ കഴിവതും ഒഴിവാക്കണമെന്ന് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു. പ്രദേശത്ത് വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരികയാണ്. അപകടങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സന്നിധാനത്ത് ഭക്തർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി റേഞ്ച് ഓഫീസർ അരവിന്ദ് ബാലകൃഷ്ണൻ നിർദ്ദേശവും നൽകി. അടിപൊളി 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 ഇതൊരു നല്ല ഐഡിയ ആണ്. എണ്ണ നടങ്ങ് അയ്യോ മറ്റേ വഴി തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകരിൽ പലരും ഉരക്കുഴി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്നത്. പണ്ടിത്താവളത്ത് നിന്ന് 400 മീറ്റർ താഴെ മാത്രം അകലത്തിലാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. ഉരക്കുഴി ഭാഗത്തേക്ക് ഇപ്പോൾ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ആനകൾ കൂട്ടത്തോടെ കുട്ടിയാനകളടക്കം എത്താറുണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ചരിഞ്ഞതും വഴുക്കലുള്ളതുമാണ്. ആളുകൾ വീണ് കഴിഞ്ഞാൽ ഗുരുതരമായി പരിക്കേൽക്കാനും ഇപ്പോൾ സാധ്യത ഏറെയാണ്. തീർത്ഥാടകരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും നിർദ്ദേശങ്ങൾ പാലിച്ച് തീർത്ഥാടകർ സഹകരിക്കണമെന്നും അരവിന്ദ് ബാലകൃഷ്ണൻ പറഞ്ഞു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ പ്രദേശത്ത് പ്രവേശനത്തിന് നിയന്ത്രണമുണ്ടെന്നും റേഞ്ച് ഓഫീസർ കൂട്ടിച്ചേർത്തു. ഞാൻ അരവിന്ദ് ബാലകൃഷ്ണൻ, സന്നിധാനം സ്പെഷ്യൽ ഡ്യൂട്ടി റേഞ്ച് ഓഫീസറാണ് വനംവകുപ്പിൻ്റെ. ഉരക്കുഴി ഭാഗത്തെ നമുക്കൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഭക്തർ കടന്നുപോയി അപകടങ്ങൾ വരുന്നത് ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ്. കൂടാതെ ആ മേഖല വന്യജീവി ആക്രമണം നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. എല്ലാ ദിവസവും സന്ധ്യാസമയമാകുമ്പോഴത്തേക്കും ആനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നുണ്ട്, കുട്ടിയടക്കം ഇറങ്ങുന്നുണ്ട്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. കഴിയുന്നതും ഭക്തർ അങ്ങോട്ട് കടന്നു പോകാതിരിക്കുക. ആ പോകുന്ന വഴി തന്നെ ഒരു ചരിവും വളരെയധികം വഴുക്കലുള്ള രീതിയിലുമാണ് കിടക്കുന്നത്. ആളുകൾ വീട് കഴിഞ്ഞാൽ വളരെയധികം പരിക്ക് പറ്റാനുള്ള ഒരു സാധ്യതയും ആ മേഖലയിലുണ്ട്. അപ്പോൾ കഴിയുന്നതും വനംവകുപ്പുമായിട്ട് സഹകരിക്കുക. നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെയും ആശങ്ക. അപ്പോൾ അതിന് സഹകരിച്ച് എല്ലാവരും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.